സർ, ജെയ് മെയിനും ജെയ് അഡ്വാൻസ്ഡും വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്രീമി ലെയർ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ISIയും CMAയും. വിദ്യാർത്ഥികൾ ഒത്തിരി ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. എന്നാലും ജോബി സാർ, ഞാൻ ഒന്നുകൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്തൊക്കെയാണ് ഈ ഒരു IITയിൽ നിന്നും മാറി നിന്ന് നമ്മളൊരു ISI CMI എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കൂടി വരേണ്ടത്? IITയിൽ നിന്ന് മാറി പല കുട്ടികളും ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെലക്ട് ചെയ്യാറുണ്ട്. ഓക്കെ. പ്രധാനമായിട്ട് 3 ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് IITയിൽ നിന്ന് മാറിപ്പോകുന്നത്. ഒന്ന് IISc ബാംഗ്ലൂർ, പിന്നെ ISIയും CMI. ISIയിലേക്കും CMIയിലേക്കും പോകുന്നവർ മാത്സ് താല്പര്യമുള്ള കുട്ടികളാണ്. മാത്സ് താല്പര്യം കുറച്ചധികം വേണം. ഉണ്ട്, മാത്സിനുള്ള നല്ലൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവണം. കാരണം അവിടുത്തെ ഈ 2 സ്ഥലങ്ങളിലെ എൻട്രൻസ് മാത്സ് ബേസ്ഡ് മാത്രമാണ്. ഓക്കെ. അപ്പോൾ മാത്സ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതോടൊപ്പം തന്നെ സ്റ്റാറ്റി, ഡാറ്റാ സയൻസ് ആ ഒരു മേഖലയിലേക്കൊക്കെ പോകാനും ഒക്കെ താല്പര്യമുള്ള കുട്ടികൾ, ഒരു റിസർച്ച് ഒക്കെ ആഗ്രഹിക്കുന്ന, ഒരു മാത്തമാറ്റിക്സ്, ഹയർ സ്റ്റഡീസും ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ വേണം അങ്ങോട്ട് പോകാനെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ അങ്ങനെ കുട്ടികൾ പോകുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ച് നല്ലതുമാണ്. അങ്ങനെ ആ ഒരു താല്പര്യത്തോടും ആ ഒരു ഇൻട്രസ്റ്റ്, ഒരു ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ഉള്ള കുട്ടികളായതുകൊണ്ട് നല്ലതുമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സാർ, അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കമ്പയർ ചെയ്യാം, ഏതൊക്കെ കോഴ്സുകളാണ് CMIയിലും ISIയിലും ലഭ്യമായിട്ടുള്ളത്? നമുക്ക് CMIയിൽ രണ്ടിടത്തും മെയിനായിട്ടും 3 ഇയർ പ്രോഗ്രാംസ് ആണുള്ളത്, ഓണേഴ്സ് പ്രോഗ്രാംസ് ആണ്. CMIയിലുള്ളത് BSc മാത്സ് ആണ്. മാത്സ് വിത്ത് രണ്ട് പ്രോഗ്രാമുണ്ട്. ഒന്ന് ഫിസിക്സും ദെൻ മാത്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസുമാണ് വരുന്നത്. ഓക്കെ. അവിടെ ഇൻടേക്ക് കുറവാണ്, 20-30 കുട്ടികളൊക്കെയാണ് ഇൻടേക്ക് വരുന്നത്. അതേസമയം നമ്മൾ ISIയിലേക്ക് പോവുകയാണെങ്കിൽ, ISI ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കത്തയാണ്, CMIയുടെ ചെന്നൈ തന്നെയാണ്, എൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ISIക്ക് പല സെൻറ്ററുകളുണ്ട്. കൊൽക്കത്ത കൂടാതെ ബാംഗ്ലൂരുണ്ട്, ഡൽഹിയുണ്ട്, ചെന്നൈയിലൊരു സെൻറ്ററുണ്ട്, തേസ്പൂരുണ്ട്, 5 സെൻറ്ററുണ്ട്. പക്ഷേ നമ്മുടെ UG പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് പ്രധാനമായിട്ടും നമുക്ക് 2-3 സെൻറ്റർ പറയാം. അപ്പോൾ അവിടെയുള്ള UG പ്രോഗ്രാംസ്, ഒന്ന് B സ്റ്റാറ്റ് 3 ഇയർ ഓണേഴ്സ് പ്രോഗ്രാമാണ്. മറ്റൊന്ന് B മാത്ത്. B സ്റ്റാറ്റ് നടക്കുന്നത് കൊൽക്കത്തയിലും B മാത്ത് നടക്കുന്നത് ബാംഗ്ലൂരുമാണ്. അതുകൂടാതെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു പ്രോഗ്രാം അവിടെ ആരംഭിച്ചിട്ടുണ്ട്, BSDS, ബാച്ചലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാ സയൻസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മെയിൻ. അതെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാ സയൻസ്. അത് ഇൻഡസ്ട്രി റിക്വയർമെൻ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ നമുക്കറിയാം ഡാറ്റാ സയൻസിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണെന്ന് തന്നെ അല്ലെങ്കിൽ റെഡി പ്രോഗ്രാം ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത് ആക്ച്വലി ഒരു 4 ഇയർ NEP വന്നപ്പം ആരംഭിച്ചാണ്, 2020 വന്നപ്പോൾ ആരംഭിച്ചാണ്. അതൊരു 4 ഇയർ പ്രോഗ്രാമാണ്. അത് വേണമെങ്കിൽ 3 ഇയർ ആക്കാം, അല്ലെ 5 ഇയറും ആക്കാം. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അതായത് അങ്ങനെ പറയാൻ കാരണം 3 വർഷമാകുമ്പോൾ BSc കൊണ്ട് എക്സിറ്റ് ആകാം, 4 വർഷത്തിൽ ഈ BS എടുക്കാം, ഓണേഴ്സ് എടുക്കാം. ഇനി ഇൻ്റഗ്രേറ്റഡ് നമുക്കറിയാം 5ാമത്തെ വർഷത്തിൽ മാസ്റ്റേഴ്സുമായിട്ട് ഇറങ്ങാം. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാമിന് ഫീസുണ്ട്, 1 ലക്ഷം രൂപ വാർഷിക ഫീസുണ്ട്. അതേസമയം നമ്മൾ ആദ്യം പറഞ്ഞ B സ്റ്റാറ്റും B മാത്തും ഫ്രീ ആണ്. തന്നെയുമല്ല, മാസം 5000 രൂപ നമ്മുടെ പോക്കറ്റിലേക്ക് ഇട്ട് തരികയും ചെയ്യും. അങ്ങനെയുള്ളൊരു പ്രോഗ്രാമാണ്. അതായത് ഈ ഒരു BSDS എന്നുള്ള പ്രോഗ്രാം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി 2 പ്രോഗ്രാമുകളും വളരെ ഫ്രീ ആണ്, ചിലവുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരികയില്ല. അതേസമയം CMIയിലേക്ക് വരുമ്പോൾ കോഴ്സുകൾക്ക് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. CMI എക്സ്പെൻസീവ് ആണ് നമുക്ക് പറയാം. കാരണം പെർ സം 1.25 ലക്ഷം രൂപ വരുന്നുണ്ട് ഈ പറയുന്ന 2 പ്രോഗ്രാമിനും. പക്ഷേ നമുക്കവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നല്ല രീതിയിലുണ്ട്. ഈ 3 വർഷവും ഫീ വേവിയർ, ഫുൾ ഫീ വേവിയർ മേടിക്കുന്ന കുട്ടികളുണ്ട്. അത് 2 മെറിറ്റ് ബേസിൽ എനിക്ക് തോന്നുന്നു അവിടെ ഒരു 30-35 സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. സ്റ്റൈപ്പൻറ്റുകളുണ്ട്, 5000 രൂപ വീതം സ്റ്റൈപ്പൻറ്റ് പല കുട്ടികൾക്കും കിട്ടുന്നുണ്ട്. സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. ഇനി അവിടെ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ള കുട്ടികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിൻ്റെ ബേസിൽ പലതരത്തിലുള്ള സ്കോളർഷിപ്പുകളും അതുപോലെ ഫീ വേവിയറും കൊടുക്കുന്നതുകൊണ്ട് സാമ്പത്തികം കുറവാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിച്ച് ഒരിക്കലും പഠനത്തെ അത് ബാധിക്കുന്നില്ല. കാരണം ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് കോർപ്പറേറ്റ് ഫണ്ടൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവിടെ ഇല്ല എന്ന് പറയാൻ പറ്റും. സാർ, അപ്പം ഈ ഒരു രീതി വിലയിരുത്തുമ്പോഴത്തേക്കും നമുക്ക് ഏതൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും, IIT ആണെങ്കിൽ നമുക്കറിയാം കൃത്യമായൊരു സ്ട്രക്ചറുണ്ട്, പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഒരുവിധം ഗ്യാരണ്ടീഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സംശയം വരുന്നത്, എല്ലാവരും, അതായത് ഈ 2 കാറ്റഗറിയിലും ISI ആയിക്കോട്ടെ CMI ആയിക്കോട്ടെ, ഈ 2 കാറ്റഗറിയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെല്ലാം IIT ജെ അഡ്വാൻസ്ഡ് എക്സാമിന് ടോപ്പേഴ്സ് ആയിരിക്കും.
അവർക്ക് ഏതെങ്കിലും നല്ല IIT നല്ല പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അത് ഡ്രോപ്പ് ചെയ്തിട്ട് ISIയിലോ CMAയിലോ പോകുന്നത് എത്രമാത്രം ഒരു നല്ല തീരുമാനമാണ്? ഇതൊരു വാല്യൂ ഫോർ മണി എന്ന രീതിയിൽ ഒരു ലോങ് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ പറയാൻ പറ്റുമോ? നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, മാത്സിലെ ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ ഒരു ഡിസിഷനിലേക്ക് പോകുന്നത് നല്ലതാണ്. ഓക്കെ. കാരണം നമ്മൾ പറയാറുണ്ട് അഡ്വാൻസ്ഡ് എക്സാം വളരെ ടഫായിട്ടുള്ള എക്സാമാണ് ഓക്കെ. എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അതിനേക്കാളും ടഫാണ് CMI, അതിലും ടഫാണ് ISI. ഓക്കെ. അപ്പോൾ ലെവല് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ അഡ്വാൻസിനേക്കാളും ടഫായിട്ടുള്ള എക്സാം CMIക്കും അതിലും ആണ് നമ്മൾ ISI പറയുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള എൻട്രൻസ് അത് ക്ലിയർ ചെയ്ത് വരുന്ന കുട്ടികൾ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ആളുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു മാത്സിനോട് അത്രമേൽ പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. ഒരു പക്ഷേ റിസർച്ചും അവർ അബ്രോഡ് ഹയർ സ്റ്റഡീസോ അല്ലെങ്കിൽ ഡാറ്റ സയൻസ് റിലേറ്റഡ് ആയിട്ടോ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ബാങ്കിങ് സെക്ടറിലോ ഫിനാൻസ് സെക്ടറിലോ ഒക്കെയുള്ള ജോബൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാകാം. ഇപ്പോൾ CFA, FRMO പോലെയുള്ള കോഴ്സുകളൊക്കെ പിന്നീട് ചെയ്ത് ഇവരെ ബാങ്കുകളുടെയൊക്കെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ തലപ്പത്ത് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുമുണ്ട്. അതിൽ നമ്മൾ പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പ്ലേസ്മെൻറ്റ് ആണ് അവർ ഈ ഒരു കാര്യത്തിൽ ഒരു അൾട്ടിമേറ്റ് ടാർഗറ്റ് ആയിട്ട് പലരും കണക്കാക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് നോക്കിയാൽ ISIയിൽ നല്ല രീതിയിലുള്ള പ്ലേസ്മെൻ്റ് ഉണ്ട്. അവിടെ എനിക്കൊന്നൊരു 60% കുട്ടികൾ വളരെ ഉയർന്ന രീതിയിൽ പ്ലേസ്ഡ് ആകുന്നുണ്ട്. നമ്മളവിടുത്തെ ഒരു മീഡിയൻ പാക്കേജൊക്കെ നോക്കിയാൽ ഒരു 21 ലക്ഷം രൂപ 2025 റീസെൻ്റായിട്ട് 22 ലക്ഷം രൂപയൊക്കെ ഉണ്ട്. ചില അപ്പം അത്രയും ഉയർന്ന ഒരു പാക്കേജ് അവിടെ ലഭിക്കുന്നുണ്ട്. ഹയസ്റ്റ് പാക്കേജ് 65-70 ആ റേഞ്ചിലൊക്കെ പോകുന്നുണ്ടെങ്കിലും നമുക്കൊരു മീഡിയൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എന്തായാലും 20-ന് മുകളിലുണ്ട് മീഡിയം പാക്കേജ് അത്രയും കിട്ടുന്നുണ്ട്. അവിടെയാണ് CMIയേക്കാളും പ്ലേസ്മെൻറ്റുകൾ കൂടുതലുള്ളത്. ISIയിൽ. CMIയിൽ അവർ അത്ര പ്ലേസ്മെൻറ്റ്, പ്രത്യേകിച്ച് ഈ അണ്ടർ ഗ്രാജുവേഷന് BSc പ്രോഗ്രാമിന് പ്ലേസ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അബ്രോഡ് ഒക്കെയാണ് കൂടുതൽ കുട്ടികളും പേര് ഹയർ സ്റ്റഡീസിന് പോകുന്നുണ്ട്. ഇനി അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ENS, നമ്മുടെ പാരീസിലുള്ള ENS യൂണിവേഴ്സിറ്റി ഒരുപാട് നോബൽ ലോറേറ്റേഴ്സിനെ സംഭാവന ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി ഇൻറ്റേൺ ചെയ്യാൻ, അപ്പോൾ ഇവിടെ നിന്നുള്ള BSc പ്രോഗ്രാമിലെ സീനിയറായിട്ടുള്ള സ്റ്റുഡൻസിന് അവിടെ പോയി സമ്മർ ചിലവഴിക്കാനും അവിടുത്തെ റിസർച്ച് ടീച്ചിങ് രീതികളൊക്കെ മനസ്സിലാക്കി തിരിച്ചു വരാൻ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള കുട്ടികൾ US ഇപ്പോൾ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ആണെങ്കിലും സ്റ്റാൻഫോർഡ് ആണെങ്കിലും MIT ആണെങ്കിലും ജോൺ ഹോപ്കിൻസ്, അപ്പോൾ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് അല്ലെങ്കിൽ ഫ്രാൻസിലേക്ക് ഒക്കെ ഹയർ സ്റ്റഡീസിന് പോകുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും അവിടെ പ്ലേസ്മെൻറ്റ് നമ്മൾ ഡാറ്റ നോക്കിയാൽ പ്ലേസ്മെൻ്റ് ഉണ്ട്. അവിടെ ISIയേക്കാൾ അല്പം കൂടി കുറഞ്ഞ ഒരു മീഡിയൻ പാക്കേജ് അല്ല ആവറേജ് പാക്കേജ്. മീഡിയൻ എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ വർഷം ഒരു 17 LP ആണ്. അതിനും 24 ഒരു 18 LP ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 17 LP ഈ വർഷം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും പ്ലേസ്മെൻറ്റ് ഉണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പോകാം. അപ്പോൾ ഒരു ടെക് ഫീൽഡിൽ നിന്ന് ഒന്ന് മാറി അല്പം കൂടി ഡെപ്തിൽ മാത്സ് ഒന്നുകൂടെ പഠിക്കണം. ഇനി സാധിച്ചാൽ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയാൽ എനിക്ക് ഹയർ സ്റ്റഡീസും റിസർച്ചും ഒക്കെ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ധൈര്യമായിട്ട് ഈ സ്ഥാപനങ്ങളിലേക്ക് വരാം. നമുക്കറിയാം ഇതിനകത്ത് വരുന്ന മലയാളികളുടെ എണ്ണം വളരെ കുറവാണ്. 2 കുട്ടികളൊക്കെയാണ് സാധാരണ, 2 മാക്സിമം 3 കുട്ടികൾ വരും. പക്ഷേ അവരും പലപ്പോഴും സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ അഡ്വാൻസ്ഡ് ക്ലിയർ ചെയ്ത അത്യാവശ്യം നല്ല റാങ്കുള്ള കുട്ടികളായിരിക്കും. അവർ IITയിലേക്ക് പോകുന്നു. നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അവർ IIT നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. പക്ഷേ ഇവിടെ വരുന്നതുകൊണ്ട് അവർക്കൊരു നഷ്ടവും ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. സർ, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള ആപ്ലിക്കേഷൻ നടപടികൾ മാർച്ച് 1 മുതൽ ആരംഭിക്കുമെന്നാണ് വെബ്സൈറ്റിൽ നിന്ന് പറയുന്നത്. എക്സാം നടത്തപ്പെടുന്നത് മെയ് 2-ാം തീയതിയാണ്. അവരുടെ വെബ്സൈറ്റ് ആണെങ്കിൽ cmi.ac.in എന്നുള്ളതാണ്. ഒത്തിരി വിദ്യാർത്ഥികൾ നമ്മോടൊപ്പം ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ കാര്യം കൂടി ഒന്ന് പറയണമെന്നുള്ളത്. ഇൻഡെപ്തിൽ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്, പക്ഷേ അവർ പലപ്പോഴും കമൻറ്റിൽ ചോദിക്കുന്നത് എക്സാം എന്താണ്, അതുപോലെ തന്നെ വെബ്സൈറ്റ് ഏതാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ ഇങ്ങോട്ടൊന്ന് ആഡ് ചെയ്തത്. സർ, എൻ്റെ ചോദ്യം ഇതൊരു എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും? കാരണം ഇതുപോലെ പ്രീമിയം കാറ്റഗറി ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ ചിലരൊക്കെ റിപ്പീറ്റേഴ്സിനെ വേണ്ട,
ജസ്റ്റ് +2 പഠിച്ച് പാസ്സായവരെ മതി, അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്താണ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥികളുടെ ഒരു എലിജിബിലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? എലിജിബിലിറ്റി 10+2 പാസ്സായിരിക്കണം, മാത്സ് +2 പഠിച്ചിരിക്കണം, അത്രേ ഉള്ളൂ. ഏജ് ബാർ ഒന്നുമില്ല. ഏത് വർഷവും പാസ്സായ കുട്ടിക്ക് റിപ്പീറ്റേഴ്സിനും റീ റിപ്പീറ്റേഴ്സിനും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, അതുപോലെ നമ്മൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരികയാണെങ്കിൽ എക്സാം നടത്തുന്നത് മെയ് 10-ാം തീയതിയാണ്. ഫെബ്രുവരി 12 മുതൽ ഓൾറെഡി അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ആരംഭിച്ചിട്ടുണ്ട്. വെബ്സൈറ്റ് ആണെങ്കിൽ admission.isi.cal.ac.in എന്നുള്ളൊരു വെബ്സൈറ്റിൽ നിന്ന് ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. ഇവിടെയും റിപ്പീറ്റേഴ്സ് അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ വല്ലതും ഉണ്ടോ? യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. അതായത് അവർക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള വിദ്യാർത്ഥികളെ കിട്ടിയാൽ മാത്രം മതി എന്നുള്ളൊരു കാരണം സ്റ്റേജിലാണ്. അവരുടെ ആ പ്രൊസീജിയർ, അഡ്മിഷൻ പ്രൊസീജിയർ നമുക്കറിയാം, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള 2 ലെവൽ എക്സാമാണ് വരുന്നത്, 2 കൂട്ടരുടെ അതെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ, മാത്സ് താല്പര്യമുള്ള ആളുകൾ വരിക എന്നുള്ളതാണ്. സാർ, ഇത്രയും ഡീറ്റെയിൽസ് അറിഞ്ഞ സ്ഥിതിക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ ഒന്ന് പഠിച്ചേക്കാം, ഒന്ന് എക്സാം എഴുതിയേക്കാം എന്നൊക്കെ തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു 2 എക്സാമിൻ്റെയും ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണ്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജെ അഡ്വാൻസിനേക്കാളും അല്പം കൂടി ടഫ് മാത്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, നമ്മൾ CMAയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആകെ 120 മാർക്കിന് ഉള്ള ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. 120. അത് നമുക്ക് 2 പാർട്ടായിട്ട് എടുക്കാം. പാർട്ട് 1 അത് ഒരു 1.5 മണിക്കൂർ, ആകെ 3.5 മണിക്കൂർ നമുക്ക് പറയാം. അതിൽ 1.5 മണിക്കൂറാണ് പാർട്ട് 1-ന് നമുക്ക് കൊടുക്കാവുന്നത്. അവിടെ 40 മാർക്കാണ് ഉള്ളത്. 40 മാർക്ക്, ഒരു 21 ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവും. അത് ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും കൂടെയാണ്. 2 തരത്തിൽ. ഇപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് കൃത്യ ഒരു പാറ്റേൺ നമുക്ക് പറയത്തില്ല, രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ടാകും. അപ്പോൾ ഈ 40 മാർക്കിന് നമുക്കവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് പറയാം. കറക്റ്റ് നമുക്ക് 40 മാർക്കെന്ന് പറയുമ്പോൾ 20-ൽ പല രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ പല മാർക്കിനുള്ള, അതായത് ജെ അഡ്വാൻസ്ഡ് പോലെ കൃത്യമായ ഒരു പാറ്റേൺ നമുക്ക് പറയാൻ പറ്റില്ല. പഠിച്ച് പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു രീതി. അത്രേ ഉള്ളൂ. ഇവിടെ നെഗറ്റീവ് മാർക്ക് അങ്ങനെയൊന്നുമില്ല. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇനി അതിനകത്ത് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 40-ൽ 24 ആണ് കട്ട് ഓഫ് എല്ലാ പ്രാവശ്യവും. 24 മാർക്ക് 2 രീതിയിൽ അവർ കട്ട് ഓഫ് പറയാറുണ്ട്. 24 മാർക്ക് അപ്പോൾ 60%. ഈ 24 മാർക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള 400 പേര്. അപ്പോൾ 24 കൂടിയ, അപ്പോൾ 25 കൂടിയ 400 പേരുണ്ടെങ്കിൽ 25 കട്ട് ഓഫ് ആക്കി മാറ്റും. അപ്പം അല്ലെങ്കിൽ മിനിമം 24 എന്നുള്ള രീതിയിൽ എടുക്കണം. അവരെയാണ് നമ്മൾ അടുത്ത ലെവൽ, അല്ലെങ്കിൽ ഇത്രയും മാർക്ക് ഈ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ലെവലിൽ കിട്ടിയെങ്കിൽ മാത്രമേ സെക്കൻഡ് ലെവലിലേക്ക് ഇത് അവരെ പരിഗണിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്കൊരു സ്ക്രീനിങ് ലെവലെന്ന് വേണമെങ്കിൽ ഈ ഫസ്റ്റ് ലെവലിനെ നമുക്ക് വിളിക്കാം. രണ്ടാമത്തെ ലെവലിലാണ് 80 മാർക്ക്. 80 മാർക്കിന് 6 ക്വസ്റ്റ്യനേ ഉള്ളൂ. 6 ക്വസ്റ്റ്യനേ ഉള്ളൂ. അതും ഈ പറഞ്ഞ പോലെ അതെല്ലാം ഡിസ്ക്രിപ്റ്റീവാണ്. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസാണ്. പല പാർട്ടുകളൊക്കെ ഉണ്ടാവും. അതും പല മാർക്കുകളുടെ ആയിരിക്കും. അതെ, 15 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവണം, 10 മാർക്കിൻ്റെ ഒക്കെ ഉണ്ടാകും. അപ്പോൾ 6 ക്വസ്റ്റ്യനാണ് ഈ 80 മാർക്ക് വരുന്നത്. അപ്പോൾ ഇതിന് 2 മണിക്കൂറോളം സമയം കിട്ടും. അപ്പോൾ ഈ സ്കോറിൻ്റെ ബേസിലാണ് അഡ്മിഷൻ. വേറെ ഇൻ്റർവ്യൂ ഒന്നും അവിടെ ഉണ്ടായിരിക്കില്ല. അതേസമയം നമ്മുടെ ഒളിമ്പ്യാഡ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടിംഗ്, ഈ 3 ഒളിമ്പ്യാഡുകളിൽ ട്രെയിനിങ് ലെവലിലേക്ക്, ഒളിമ്പ്യാഡ് ട്രെയിനിങ്, നാഷണൽ ലെവൽ ട്രെയിനിങ് ഉണ്ടല്ലോ, ആ ട്രെയിനിങ് ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതിന് നമുക്ക് ഈ ഒരു എക്സാം അവർക്ക് ഒഴിവായി കിട്ടും. സാർ, അപ്പോൾ ഒന്നുകൂടി ചോദിക്കാം, അതായത് ഇപ്പോൾ ഓൾറെഡി ഒബ്ജക്റ്റീവും ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ കാറ്റഗറിയും വരുന്നത് കൊണ്ട് ഒരു ഓൺലൈൻ എക്സാം ആണോ അതോ ഓഫ്ലൈൻ എക്സാം തന്നെയാണ് നടത്തപ്പെടുന്നത്? എക്സാം നമുക്ക് എക്സാം സെൻറ്ററിൽ പോയി നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. അല്ലല്ല, എക്സാം സെൻറ്ററിൽ പോയി എഴുതാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തേതിന് നമുക്കൊരു സ്ക്രീനിങ് ലെവലായിട്ട് എടുക്കാം, എങ്കിൽ മാത്രമേ രണ്ടാമത്തേത് വാല്യൂ ചെയ്യുള്ളൂ. ഒറ്റ സ്ട്രെച്ചിൽ തന്നെയാണ്. അതെ, 3.5 മണിക്കൂറാണ് മൊത്തം പറയുന്നത്. പിന്നെ നമ്മൾ ISIയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും 2 പാർട്ടുണ്ട്. UG Aയും ഉണ്ട്, UG Bയും ഉണ്ട്. അപ്പം ആദ്യത്തെ പാർട്ട് 2 മണിക്കൂർ വീതമാണ് പരീക്ഷ നടക്കുന്നത്. ആദ്യത്തെ അവിടെ 360 മാർക്ക് ടോട്ടൽ മാർക്ക് വരും. അതിനകത്ത് ആദ്യത്തെ പാർട്ടിൽ ഒരു 20 ക്വസ്റ്റ്യൻ MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഒരു 10 ക്വസ്റ്റ്യൻ MSQ ആയിരിക്കും.
ഓക്കെ. സെലക്ട് ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ചോയ്സ് 20, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ 10. അങ്ങനെ 30 ക്വസ്റ്റ്യൻ. മാക്സിമം സ്കോർ ചെയ്യുക 120 മാർക്കാണ്. 4 മാർക്ക് വെച്ച്. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ 4 മാർക്ക്. അൺഅറ്റംപ്റ്റഡ് ആണെങ്കിൽ 1 മാർക്ക്. അതായത് ചുമ്മാ ഇരുന്നാലും മാർക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ. അതായത് 30 ക്വസ്റ്റ്യനിൽ ഒന്നും അറ്റൻഡ് ചെയ്തില്ലെങ്കിലും 30 മാർക്ക് ഗ്യാരണ്ടിയുടെ. 30 ഗ്യാരണ്ടിയുടെ. ഇനി നമ്മൾ റോങ് ആൻസർ ആണെങ്കിൽ ഒന്നുകിൽ 0 അല്ലെങ്കിൽ -1, ഡിപ്പെൻസ്. 0യോ -1 കൊടുക്കും. അൺഅറ്റംപ്റ്റഡ് ആണെങ്കിൽ +1 ആണ്. കറക്റ്റ് ആണെങ്കിൽ +4. അങ്ങനെ 120. 30 ക്വസ്റ്റ്യൻ 4 മാർക്ക് 120. പക്ഷേ ഇങ്ങനെ ഒരു പാറ്റേൺ ഉള്ളത് വളരെ റെയർ ആയ ഒരു കേസാണ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡാറ്റാ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും അങ്ങനെയുള്ള ജോബിലേക്കൊക്കെ പോകുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അവർക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത ഒരു UG ബിയിലേക്ക് വന്നാൽ, രണ്ടാമത്തെ പാർട്ടിലേക്ക് വന്നാൽ അവിടെ നമുക്ക് 240 മാർക്കാകെ വരുന്നത്. 8 ക്വസ്റ്റ്യനേ ഉള്ളൂ. 240 8 ക്വസ്റ്റ്യൻ. 8 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫുള്ള് കറക്റ്റാക്കി കഴിഞ്ഞാൽ 10 മാർക്ക്. അപ്പം 8 × 10 80. അപ്പോൾ ഈ ഫുൾ കറക്റ്റായിട്ട് 10 മാർക്കിനും നമ്മൾ എലിജിബിൾ ആണെങ്കിൽ വെയിറ്റേജ് × 3 അപ്പം 10 മാർക്ക് ഉള്ള ക്വസ്റ്റിന് നമുക്ക് 30 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 8 × 10 80 × 3 240 അങ്ങനെയാണ്. അപ്പോൾ പാർഷ്യൽ മാർക്കിങ് ഇടയ്ക്ക് വരും. അങ്ങനെയുള്ളവർക്ക് വെയിറ്റേജ് കിട്ടുകയില്ല. അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിന് ശേഷം ഒരു ഇൻ്റർവ്യൂവും കൂടെ ഉണ്ട്. അതിന് ശേഷമാണ് സെലക്ഷൻ നടക്കുന്നത്. ഇവിടെയും നമ്മുടെ ഒളിമ്പ്യാഡ് ക്വാളിഫൈ ചെയ്തവർക്കുണ്ട്. INMO, ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ്. INMO ക്വാളിഫയേഴ്സിന് അവർക്ക് 5 സീറ്റ്. അത് BMathലും മാറ്റി വെച്ചിട്ടുണ്ട്, BStatലും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒളിമ്പ്യാഡ് ക്വാളിഫയേഴ്സിന് നല്ലൊരു സാധ്യത അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. സാർ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ വിദ്യാർത്ഥികൾക്കും പേരൻസിനും കിട്ടി കഴിയുമ്പം ഒന്ന് പഠിച്ചേക്കാം. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനൊക്കെ ഇതൊരു മികച്ച അവസരമായിരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വളരെ കുറച്ച് വിദ്യാർത്ഥികളായിരിക്കും ഈ ISIയിലും CMAയിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. അവർക്കൊരു കൃത്യമായ ഐഡിയ കിട്ടി എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.